ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളം തമിഴ് സിനിമകളെ കുറിച്ചും അവിടെ തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ഏകദേശം 10ഓളം സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മൂഞ്ചി എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രമാണ്. ചിത്രം ഈ ഒരു വർഷത്തെ അത്യാവശ്യം കളക്ഷനൊക്കെ നേടിയ ഒരു ഹൊറർ ചിത്രമായിരുന്നു. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ 2 ഭാഷകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. ഞാനീ കേന്ദ്ര കഥാപാത്രത്തെത്തി ശരിപ്പോത് ശനിവാരം എന്ന് പറയുന്ന സിനിമയായിരുന്നു. സൂര്യ സാറ്റർഡേ എന്ന പേര് മലയാളത്തിൽ റിലീസ് നടത്തിയ ചിത്രം ഈ ഒരു വർഷത്തെ വിജയ് ചിത്രമായിരുന്നു. 100 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിത്രം തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രം തന്നെയാണ്. ശ്രദ്ധ കപൂർ, അതോടൊപ്പം തന്നെ രാജ്കുമാർ റാവു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെടുത്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ സ്ത്രീ 2 എന്ന് പറയുന്ന ഹൊറർ ചിത്രമാണ്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി 27-ാം തീയതി ഹിന്ദി ഭാഷ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെടുത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. അത്യാവശ്യം ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ അതോടൊപ്പം മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതിയോ അല്ലെങ്കിൽ 11-ാം തീയതിയോ ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആവുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ഭാഗത്തൂടെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു OTT റിലീസ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ചിത്രത്തിന്റേതാണ്. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ ഈ ഒരു വർഷത്തെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയം ചിത്രം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാവനയായിരുന്നു ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ലാൽ ജൂനിയർ ആയിരുന്നു ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണിയിരുന്ന ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കാൻ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒക്ടോബർ മാസത്തിൽ ചിത്രത്തിന് സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്തൂടെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു OTT റിലീസ് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രത്തിന്റെയാണ്. ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന സിനിമയുടേതാണ്. പ്രിയ ഭവാനി ശങ്കർ, അതോടൊപ്പം തന്നെ അരുണതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മികച്ചൊരു ഹൊറർ ചിത്രം തന്നെയായിരുന്നു ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയിട്ടുണ്ട്. C5 എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യുന്നത് ഇതുവരെ ഡേറ്റ് കൺഫേം ആയിട്ട് അറിയിച്ചില്ല. ഒക്ടോബർ മാസം ആദ്യം തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു OTT റിലീസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് OTT റിലീസ് ആകാൻ പോകുന്ന ഒരു മലയാള സിനിമയുടേതാണ്. നമ്മുടെ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ജയ് മഹേന്ദ്രൻ എന്നുള്ള സിനിമ. രാഹുൽ രാജ് നായരാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. സോണി ലൈവാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ മാസം 11-ാം തീയതി സോണി ലൈവ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. ഇത്തരം ചിത്രങ്ങളാണ് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഇന്നൊരു ചിത്രം സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. മറ്റൊരു ചിത്രമായിട്ട് യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെ വാഴ എന്ന് പറയുന്ന സിനിമയാണ്. ഏകദേശം 4 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം 40 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റ് ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി മുതൽ നമുക്ക് വാഴ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് വാഴ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.